You are watching TV Next. TV Next ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലാകേണ്ട പോലീസുകാർ തന്നെ ഒരു യുവാവിന്റെ ജീവിതം തന്നെ അപകടത്തിലാക്കിയാലോ? വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഗ്രേഡ് എസ്ഐ റിട്ടയർഡായ തെന്നൂർക്കോണം സ്വദേശിയായ എഡ്വിൻ എന്ന പോലീസുകാരനാണ് പ്രതിസ്ഥാനത്തുള്ളത്. കിടാരക്കുഴി ഗവൺമെന്റ് LP സ്കൂളിന് പുറകുവശത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന രമ്യയാണ് രണ്ടാം കക്ഷി. ഈ വാടക വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച റിട്ടയർഡ് ഗ്രേഡ് എസ്ഐ ആയ എഡ്വിൻ. ജോലിക്കാരണത്താലും മക്കളുടെ പഠനാവശ്യത്തിനായാലും ആവശ്യ ചികിത്സകൾക്കായിട്ടും നമുക്ക് പല സ്ഥലങ്ങളിലും മാറി താമസിക്കേണ്ടതുണ്ട്, വീടുകൾ വാടകയ്ക്ക് എടുക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ താമസിക്കുന്ന പോലീസുകാർ തന്നെ ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നാലോ? അധികാരത്തിലിരിക്കെ അഴിമതികൾ കൊണ്ട് കോടികൾ സമ്പാദിക്കുകയും സ്ത്രീകളെയൊക്കെ വലവീശി പിടിക്കാനായി ആ സാമ്പത്തികം ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ എഡ്വിൻ എന്ന് പറയുന്ന വ്യക്തി. അതിന് ഇരയായ യുവാവിനെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് വലിയൊരു കഥയാണ്. അതിന്റെ എക്സ്ക്ലൂസീവ് ഫോൺ കോൾ ഞാൻ പുറത്തുവിടുന്നു. ഹലോ 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 പറയൂ. രമ്യയുടെ ഹസ്ബൻഡ് ആണോ? രമ്യയുടെ ഹസ്ബൻഡ് ആയിരുന്നു, ഇപ്പൊ അല്ല. ആരാണ്? എന്താ ഹസ്ബൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞത്? എന്റെ വൈഫായിരുന്നു, ഇപ്പൊ സെപ്പറേറ്റഡ് ആണ്. 1-2 ഇഷ്യൂസ് ആയിട്ട് ഡിവോഴ്സ് കേസ് കിടക്കുകയാണ്. എന്താണ്? ആരാ? എവിടെന്നാ വിളിക്കുന്നത്? ഞാന് TV ചാനലിന്റെ റിപ്പോർട്ടറാണ്. വിനോദ് റയാനാണ് എന്റെ പേര്. ഓക്കെ ഓക്കെ, എന്താണ് കാര്യം? പറയൂ. ഒരു ചെറിയൊരു സംഭവം അറിഞ്ഞു. നമ്മുടെ ഒരു ആ. നിങ്ങളുടെ രമ്യ എന്ന് പറയുന്ന നിങ്ങളുടെ വൈഫല്ലേ? വൈഫായിരുന്നല്ലോ. വൈഫായിരുന്നു, ഇപ്പൊ അല്ല. ഇപ്പൊ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്റെ കൂടെ. രമ്യ എന്റെ കൂടെ അല്ല. പുള്ളിക്കാരി ഇപ്പൊ എവിടെയാണ്? പുള്ളിക്കാരൻ ഒരു വിഴിഞ്ഞം സ്റ്റേഷനിൽ ഒരു ഗ്രേഡ് എസ് ആയിരുന്ന ഒരു എഡ്വിൻ എന്നുണ്ട്, അയാളെ കൂടെ ആയിരുന്നു. ആ. ഒരു 6-7 മാസം അയാളുടെ കൂടെ ആയിരുന്നു. ഇപ്പം അയാളെയും കളഞ്ഞിട്ട് ഗൾഫിലാണ്, പുറത്ത് വിദേശത്താണ്. ഇപ്പൊ കുട്ടികൾ മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. ഞാന് ഇങ്ങനെ ഒരു നിങ്ങള് പരാതി എല്ലാം കൊടുത്തിരുന്നു. ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. പരാതി സംസാരിക്കാൻ പറ്റുന്ന ഇവിടെ യാത്രയിലാണോ? ഇല്ല, ഞാൻ തിരക്കാണെങ്കിലും പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. എന്ത് പറ്റി അത് സംഭവം? അത് പരാതിയൊക്കെ കൊടുത്തു. സീമനും വിഴിഞ്ഞം സ്റ്റേഷനിലും പരാതി കൊടുത്തു. അതൊന്നും കാര്യം ഉണ്ടായില്ല. ഇയാള് വിഴിഞ്ഞം സ്റ്റേഷനിൽ നിന്ന് ഗ്രേഡ് എസ് റിട്ടയർഡ് ആയ ആളാണ്. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അയാളെ വൈഫ് ആണെങ്കിൽ ആ കോട്ടപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്, ജൂലിയ ടീച്ചറാണ്. അപ്പൊ അയാളെ വാടക വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നു. ഇവിടെ കിടാരക്കുഴി ഗവൺമെന്റ് LP സ്കൂളിന് പുറകുവശം അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഈ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇയാൾ നിരന്തരം അവിടെ വീട്ടിൽ വരുന്നതായിട്ട് അയൽവാസികൾ പറയുന്നു. പറഞ്ഞ സംശയം തോന്നി. കുട്ടികളും പറഞ്ഞു ഇയാളായിട്ട് ഫോൺ വിളിക്കുന്നു, സംസാരിക്കുന്നു, അയാൾ എപ്പോഴും ഇവിടെ വരുന്നു. കുട്ടികൾ ഉണ്ടായിരുന്നപ്പോഴാണ്. അപ്പൊ ആദ്യം അറിഞ്ഞപ്പോ ഒന്ന് വിലക്കി കൂടായിരുന്നോ? വിലക്കി. അപ്പൊ അയാള് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ഇച്ചിരി നേരത്തെ ഇറങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ വീട്ടിലെ വൈഫിന്റെ ചെരുപ്പ് പുറത്ത് കിടക്കുന്നു, വീട്ടിലെ ആളില്ല. അപ്പൊ ഇയാള് വീടിന് തൊട്ടടുത്തിന് ഇയാൾക്ക് വേറൊരു വീട് കൂടെ ഉണ്ട്, വാടക വീട്. 2 വീടുണ്ട് ഇയാൾക്ക്. അപ്പൊ അവിടെ വാടകയ്ക്ക് അവിടെ കുറെ വീടുണ്ടോ പുള്ളിക്ക്? 2-3 വീടുകളുണ്ട്. അവിടെ തന്നെ 2 വീടുണ്ട് പുള്ളിക്ക്. 2 വാടക കൊടുത്തിരുന്നു. ഒന്നിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ അടുത്ത വീട്ടിൽ അന്ന് ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അന്ന് ആൾക്കാരില്ലായിരുന്നു, അവിടെ വാടകക്കാരില്ലായിരുന്നു, ഒഴിഞ്ഞു പോയിരുന്നു. അപ്പൊ അവിടെ വീട്ടിലെ സംശയം വന്നിട്ട് ഞാൻ അവിടെ നോക്കിയപ്പോ അവിടെ ഫാൻ കിട്ടുന്നില്ല, അവിടെ എത്തിക്കുകയാണ്. അപ്പൊ ഞാൻ ഇയാളെ മൊബൈലിൽ വിളിച്ചു. അപ്പൊ അതിന്റെ അകത്ത് റിങ് കേട്ടു. ഞാൻ ബഹളം ഉണ്ടാക്കി, തട്ടി ബഹളം ഉണ്ടാക്കി, ആൾക്കാരെ വിളിച്ചു കൂട്ടുന്ന ബഹളം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഞാൻ ഈ രമ്യയും എഡ്വിനും കൂടെ പുറത്തിറങ്ങി. 2 കൂടെ എന്നെ യാത്രയിലാണോ? ഒന്ന് വണ്ടി നിർത്തി സംസാരിക്കോ? അപ്പം ഇവർ 2 കൂടെ എന്നെ നിലത്ത് തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടു എഡ്വിൻ. ഇങ്ങനത്തെ പ്രശ്നം വരെ ഉണ്ടായോ? അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ചു അറിയിച്ചു, ഈ എഡ്വിന്റെ വൈഫിനെ വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ അയാളുടെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട എന്നൊരു ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായത്. പിന്നെ ഞാൻ വൈഫിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോ ഇവർ തമ്മിൽ ഡെയിലി 8-10 സംസാരിക്കുന്നു. ഓരോ കോളും 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് കോൾ ഡ്യൂറേഷൻ. അത്രയും സമയം അവർ തമ്മിൽ 10-15 തവണ ഡെയിലി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞു വീണ്ടും ഇവരെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്റെ ഒരു സുഹൃത്ത് കണ്ടു. ഇവർ 2 ഒരുമിച്ച് ഇവിടെ യാത്ര പോകാൻ നിൽക്കുന്നത്. അപ്പൊ ഇവർ 2 ഒരുമിച്ച് ചേർന്ന് കൈയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് പുള്ളി അയച്ചു തന്നു റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ അവിടെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവിടെ RPF-ന്റെ. CCTV ദൃശ്യങ്ങൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കോടതിയിൽ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്.
CCTV അപ്പൊ ദൃശ്യം കൊണ്ട് ഇവര് കേസൊന്നും ഇട്ടിട്ടില്ല. കേസ് ഞാൻ CM പരാതി കൊടുത്തു, പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഉം, ഇവരെ ഉം. രണ്ടുപേരെയും വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടു. നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. നിയമപരമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞ് ഇയാള് വേറെ ഒരു ഫോൺ എടുത്തു കൊടുക്കും. പുതിയൊരു ഫോണും സിമ്മും രമ്യക്ക് എടുത്തു കൊടുത്തു, വൈഫിന്. അതും എന്റെ മോൻ കണ്ടു എന്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ. മോൻ എന്നോട് കണ്ടു പറഞ്ഞു. പിള്ളേര് അതും അമ്മയൊന്നും വിളിക്കാറില്ലേ അപ്പൊ? ആരുടെ അമ്മയാണ്? അല്ല, പിള്ളേരുടെ അമ്മയെ വിളിക്കാറില്ലേ? ഇല്ല 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 ഇല്ല. ഇവരെല്ലാം പിള്ളേരെല്ലാം കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഇവിടെ നിന്ന് പോയി. എന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോണ് ഞാൻ പിടിച്ചു, വേറെ ഫോണ് സിമ്മ് പിടിച്ചു. അപ്പൊ വീട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ല എന്നുള്ള സ്റ്റേജ് വന്നപ്പോ ഓ, ഇവിടുന്ന് ആള് ബന്ധു വീട്ടിൽ 2 ദിവസം നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉം, ഉം. പോയിട്ട് ഒരു മാസത്തോളം പിന്നെ വന്നില്ല. 1 മാസത്തോളം കഴിഞ്ഞിട്ടാ വന്നേ. ഇതിപ്പോ ഇങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണോ അതോ? അത് എന്റെ വീടൊക്കെ അറ്റാച്ച്മെന്റ് ഇട്ടിരിക്കുകയാണ്. ഓക്കെ. വീട് ഹലോ അതെന്താ സംഭവം? അത് നിങ്ങൾ അതിന് സ്ട്രോങ് ആയിട്ട് നിൽക്കാതെ എന്താ അത്? എന്റെ വീട് അറ്റാച്ച്മെന്റ് ഇട്ട് ഒരു കോടതിയിൽ നിന്ന് ഒരാൾ വന്ന് വീട്ടിൽ നോട്ടീസ് ഒട്ടിച്ചു. അയാള് പുറത്തിറങ്ങിയപ്പോ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോ അത് കൊണ്ടുവന്നത് എഡ്വിനാണ്. അയാളെ കൊണ്ടുവന്നത് ഓഹോ. എഡ്വിനാണ് ഇയാളെ വീട് കാണിച്ച് കൊടുക്കാൻ കൊണ്ടുവന്നത്. അയാളാണ് അത് ചെയ്തത്. ഉം. കോടതിയിൽ പോയി ഇപ്പോഴും അവിടുത്തെ കോടതി ഉദ്യോഗസ്ഥരെല്ലാം പറയുന്ന എഡ്വിനും എന്റെ വൈഫും കൂടെയാണ് അവിടെ വന്ന് ഇതെല്ലാം ചെയ്തത്. എഡ്വിനാണ് അതിന് പൈസ മുടക്കിയത് എന്നാ പറഞ്ഞത്. പിന്നെ അയാളെ കൂടെ ആയിരുന്നു എറണാകുളം, തൃശ്ശൂര്, തൊടുപുഴയൊക്കെ ആയിരുന്നു ഒരു താമസം കുറെ കാലം. 6-7 മാസം അയാളുടെ കൂടെ കറക്കമായിരുന്നു. അത് കഴിഞ്ഞിപ്പം അയാളെയും കളഞ്ഞിട്ട് അവര് 3 മാസം ഗൾഫിൽ കയറി പോയിട്ട്. അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞത് 1 മാസം കഴിഞ്ഞിട്ട് വന്നു എന്നല്ലേ പറഞ്ഞത്? തിരിച്ചു വന്നില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റേഷനിൽ പറഞ്ഞു അവളുടെ ഡ്രസ്സ് സാധനങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞാൻ നിംസ് അഡ്മിറ്റ് ആണ്. ഞാനും എന്റെ കുട്ടികളും കൂടെ അവിടെ ഹോസ്പിറ്റലാണ്. 10 ദിവസം ഹോസ്പിറ്റലായിരുന്നു. എന്ത് പറ്റിയത്? ഞാൻ ട്രീറ്റ്മെന്റ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു 10 ദിവസം. അത് എനിക്ക് ക്യാൻസർ ആണ്, ലങ് ക്യാൻസർ ആണ്. അപ്പൊ ലങ് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് പിന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് പറഞ്ഞു, ഡ്രസ്സ് എടുക്കണം, സാധനം എടുക്കണമെന്ന് പറഞ്ഞു. ഇത്രയും ഇത് ഇങ്ങനെ അത് ചികിത്സ എപ്പോഴാ തുടങ്ങിയത്? ചികിത്സ ഇപ്പൊ ഒരു വർഷത്തോളം ആയി. RCCയിൽ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ. അയ്യോ, അത് വൈഫിന് അറിയില്ലേ അപ്പൊ? അറിയാം. അത് കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അറിഞ്ഞിട്ടാണ് ഈ വീട് അറ്റാച്ച്മെന്റ് ഇടുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതറിയാലോ? അറിയാം. അപ്പം ഇത് അതിനിടയിൽ എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി 1 മാസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്കെതിരെ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം കള്ളപ്പരാതി കൊടുത്തു. ആരാണ്? പുള്ളിക്കാരിയോ? വൈഫ്. അത് വീട്ടിൽ നിന്ന് ഇറങ്ങി 1 മാസം കഴിഞ്ഞിട്ടാണ്. ഈ അസുഖം അറിഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ? അറിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പോയി 1 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പോയി. പിറ്റേ ദിവസം പിന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഗാർഹിക പീഡനം, സ്ത്രീധനം നടത്തുന്നു പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു, കള്ളക്കേസ് കൊടുത്തു. എന്നിട്ട് അയാളോടെ പോയി 6-7 മാസം അയാൾ ഒരുമിച്ച് കറങ്ങുന്നതാണ് അവര് തമ്മിൽ. 6-7 മാസം? 6 മാസം ആയിരുന്നു. പിന്നെ ഞാൻ CM പരാതി കൊടുത്തു. അതിനിടയിൽ പിന്നെ സ്റ്റേഷനിൽ കൊടുത്തു. അവരെ വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടു. അത്രേ ഉള്ളൂ. വിഴിഞ്ഞ സ്റ്റേഷനാണ്. ഇതിന് മുന്നേ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു ഇഷ്യൂ 2 വർഷം മുന്നേ എന്റെ വീടിന്റെ അയൽവാസി ഒരു സാജനുണ്ട്. അയാൾ ഈ ഉച്ചക്കട പാൽ സൊസൈറ്റിയിലെ സ്റ്റാഫാണ്. അയാളായിട്ട് ബന്ധത്തിലായിരുന്നു ഭാര്യ. അയാളെ കുറെ ഇവരുടെ വാട്സാപ്പ് ചാറ്റൊക്കെ എന്റെ കയ്യിൽ കിട്ടി. ഞാൻ പിടിച്ചു. എന്റെ കുട്ടികൾ പരാതി പറഞ്ഞ് ഇയാളായിട്ട് എപ്പോഴും സംസാരമാണ്, ഫോൺ വിളിയാണെന്ന്. ഒരു വാട്സാപ്പ് ചാറ്റ് കിട്ടി. അതൊക്കെ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് അന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ സ്റ്റേഷനിൽ പോയപ്പം നമ്മൾ അവിടെ ഏരിയയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചു, കോൺഫറൻസിന് പറഞ്ഞു. പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വീട്ടിൽ വെച്ച് കോൺഫറൻസ് ചെയ്ത് അയാൾ മാപ്പൊക്കെ പറഞ്ഞു, അങ്ങനെ വിട്ടയച്ചു. അങ്ങനെ അന്ന് കേസ് കൊടുത്തിട്ടില്ല. ഇതിപ്പോ 2ാമത്തെ തവണയാണ്. അങ്ങനെയാണല്ലേ? അപ്പൊ ഞാനിത് അറിഞ്ഞുകൊണ്ട് വിളിച്ചാണ്. കാരണം എങ്ങനെയുണ്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ? എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? ഇച്ചിരി ഡേഞ്ചർ ആണ്, എങ്കിലും അങ്ങനെ നടക്കുന്നു. വേറെ ആരെയില്ല, ഞാനും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. മോക്ക് 10 വയസ്സായി, മോന് 12 വയസ്സായി. ഒരു മോള് ഉണ്ടോ? മോളാണ്. മോക്ക് 10 വയസ്സായി. അപ്പൊ നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഞാനും മോക്ക് മോനും ഉണ്ട്. മോന് 12 വയസ്സായി. ഞാനും കുട്ടികളുമായിട്ട് ഇപ്പൊ കോളത്താണ് താമസിക്കുന്നത്. എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അയാള് ഈ വീട്ടിൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവന്നപ്പോ അയാളെ ആണ് കൊണ്ടുവന്നത്. അയാൾ വീട്ടിൽ
വീട് കാണിച്ചു കൊടുത്ത് മാറി നിൽക്കുകയായിരുന്നു കോടതിക്കാരന്. ഞാൻ എന്നെ കണ്ടപ്പോൾ അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. ഞാൻ ഉടനെ വണ്ടിയുടെ താക്കോലൂരി എടുത്തു. അയാളായിട്ട് അടികൊണ്ടായി അവിടെ വെച്ച്. അടികൊണ്ടായി മാറ്റാൻ നോക്കുകയാണല്ലേ പുള്ളി? എന്നെ അവിടെ നിന്ന് അറ്റാച്ച്മെന്റ് വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെല്ലാം ഇയാളാണ്. അറ്റാച്ച്മെന്റ് കോടതിക്കാരനെ കാണിച്ചു. വീടിന്റെ പുറത്ത് മാറി നിൽക്കുകയായിരുന്നു അയാൾ കാർ വിട്ടോണ്ട്. അയാളായിട്ട് അടിയാവുന്നു. അയാൾക്ക് നെറ്റിയിൽ പരിക്ക് പറ്റി. വെങ്ങാനൂർ ഒരു സ്വകാര്യ ആശുപത്രി പോയി അയാൾ മുറിവ് ഡ്രസ് ചെയ്തു. എനിക്ക് 15 ദിവസത്തിനകത്ത് എന്നെ തീർക്കുമെന്ന് വധഭീഷണി ഉണ്ടായിരുന്നു. വധഭീഷണി ഉണ്ട്. ഞാൻ അതൊക്കെ ഇവിടെ വെച്ചാണ് ഞാൻ CM ന് പരാതി കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇയാളെ എന്റെ വൈഫും കൂടെ അസുഖമിച്ച ഡേഞ്ചർ ആയ കാര്യം പിള്ളേർക്ക് അറിയാവോ? പിള്ളേർക്കും അറിയാം. സീരിയസ്നെസ് അറിയില്ല. അസുഖം ഇന്നതാണെന്ന് അറിയാം. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഗ്രേഡ് SI റിട്ടയർഡായ തെന്നൂർക്കോണം സ്വദേശിയായ എഡ്വിൻ എന്ന പോലീസുകാരനാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.